ബാലരാമപുരത്ത് 2.5 വയസ്സ് ഉള്ളൊരു കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ എന്തുകൊണ്ടില്ല എന്നുള്ള നിരന്തരമായ ചോദ്യം കമൻറ്റ് ബോക്സിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ന്യൂസ് ചാനലുകൾ തന്നെ ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ ഇങ്ങനെ പിന്നാലെ പോകുന്നുണ്ട്. ഇപ്പോൾ ഏതാ മൂഡ് ഇപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഇങ്ങനത്തെയൊക്കെ കേസിൽ സീക്രട്ട് ഏജൻറ്റ് മൂഡാണ്. സോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണമല്ലോ നമ്മൾ വരുമ്പോൾ. ആ സാധനമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറാണ് ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ള കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അമ്മൂമ്മ രാഗിണി സംശയിക്കേണ്ടിയിരിക്കുന്നു. കുട്ടിയുടെ അമ്മ ശ്രീതു കൺഫേമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തത്തിനകത്ത് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ, ദേവിദാസൻ എന്ന് പറഞ്ഞൊരു ജ്യോത്സ്യൻ, സാമി എന്ത് വേണം ഇവനെ വിളിക്കാം, മുട്ട ജ്യോത്സ്യൻ, ഇയാൾ കുറച്ച് നേരമായിട്ട് എല്ലാ ചാനലിലും കയറിയിരുന്ന് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ സാമിയാക്കരുത്, ഞാൻ വെറും ജ്യോത്സ്യനാണ്. എന്നാൽ ഇയാളുടെ വീടിൻ്റെയൊക്കെ വിഷ്വൽ കാണിക്കുന്ന സമയത്തെല്ലാം ഒരു ഹോമകുണ്ഡം അങ്ങനത്തെയൊക്കെ സെറ്റപ്പ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അറിവിലുള്ള ഒരു ജ്യോത്സ്യൻ്റെ വീട്ടിലും ഹോമകുണ്ടവും സെറ്റപ്പും പരിപാടികളൊന്നുമില്ല. ഒരു ജ്യോത്സ്യനും ഹോമം ചെയ്ത് എനിക്കറിയാൻ പാടില്ല ജ്യോത്സ്യന്മാർ ഹോമം ചെയ്യുന്നുള്ള. അവർ സാധാരണ കബഡി നിരത്തി ഹൈ ശുക്രൻ മറ്റത് വറച്ചത് എന്നൊക്കെ പറഞ്ഞ് പോവാറാണ്. കേതു അവിടെ ഒളിഞ്ഞു നോക്കി, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഞാൻ നോക്കുമ്പോൾ ദേവിദാസൻ ഡിജിറ്റലാണ്. ജെൻസി കിഡ്സിൻ്റെ ഒപ്പം കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള യൂട്യൂബ് അക്കൗണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാണ് ദേവിദാസനുള്ളത്. സോ ദിസ് ഈസ് ദേവിദാസിൻ്റെ യൂട്യൂബ് അക്കൗണ്ട്, ചില്ലറക്കാരനല്ല, മനസ്സിലായോ? അപ്പം ദേവിദാസൻ, ശംഖുമുഖം ദേവിദാസൻ, ശ്രീ ശംഖുമുഖം ആചാര്യൻ ദേവിദാസൻ. അപ്പം ദേവിദാസൻ ഇത്ര കാലം പറഞ്ഞ ജ്യോത്സ്യൻ എന്നാണ് ഈ കേസിൽ ഇന്നലെ മുതൽ കേൾക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ ഇതിനു മുമ്പും കുറേ കാര്യത്തിൽ, ഇപ്പോൾ കഷായം ഗ്രീഷ്മേൻ്റെ കേസിലാണെങ്കിലും നെന്മാറ കേസിലാണെങ്കിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട്, ഇതേപോലെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ബിഹൈൻഡിലായിട്ട് കളിക്കുന്നുണ്ട്. ചില ആളുകളെ ഒരു ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്യാൻ ഇങ്ങനത്തെ ആളുകൾ, സാമി, ജ്യോത്സ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ്, വള്ളിയിലച്ഛൻ, ഇങ്ങനത്തെ ആളുകളുടെ ഒരു പുഷ് വരുന്നുണ്ട്. ഇത് ഡെഫിനറ്റ്ലി ഓഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെന്താണെങ്കിലും അന്വേഷിക്കണം. അപ്പോൾ ഇയാളെ ഇന്നലെ വിളിച്ച് ചോദ്യം ചെയ്തു, അത് പോലീസുകാരെ ട്രിക്കടേ. ഇയാളെ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് ഇയാൾ ന്യൂസിലൊക്കെ കയറിയിരുന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അടിമുടി വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ട്. എന്താണെങ്കിലും ഇയാൾ പറയുന്നത് ഇയാൾ ജ്യോത്സ്യനാണ്, ഇയാൾ സാമിയല്ല, സാമിയാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. നമസ്കാരം. വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നീ ചെയ്ത കർമ്മമാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാക്കിൽ നിൽക്കുന്ന മുതൽ കുട്ടീനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്ന കുട്ടിയുടെ അമ്മാവൻ കൊറോണ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്നു. സാധാരണ എന്തെങ്കിലും ചെറിയ പണിക്കൊപ്പം കൂട്ടിയതാണെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. പരികർമ്മിയായിട്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട് ആ മുതൽ. ഈ മുതൽ ഇവിടെ ഇരുന്നിട്ട് കുമ്പിട്ടോ ഇരുന്ന് ഈ കോഴീനെ പറപ്പിക്കുകയാവോ എന്താണെങ്കിലും ഹോമകുണ്ടത്തിലേക്ക് മറ്റേ നെയ്യും വെണ്ണയും പകരുന്നു, അതിനുശേഷം തീ പകരുന്നു, ആളിരിക്കുന്നു, ആൾ സ്വാഹ അടിക്കുന്നു. എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, നിങ്ങളിത് എവിടെന്നെങ്കിലും വേറെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയണേ, എന്തെങ്കിലും പറയണേ. പിള്ളേരെ വയ്യ, ഒന്നത് പനിയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ടോണൊക്കെ വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. എന്താണെങ്കിലും ഇങ്ങേര് ചില്ലറക്കാരനും അല്ല, ഈ കാണിക്കുന്നതല്ല, അവൻ അത്ര സാധു അല്ല. നിങ്ങൾ ഇന്നലെ പല വിഷ്വൽസിലായിട്ട് കണ്ടിട്ടുണ്ടാവും, ഇയാളുടെ വീടിന് അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു തൻ്റെ ഭാര്യയെ മുട്ടസ്വാമി തട്ടിയെടുത്തതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചില്ലറക്കാരനല്ല, സ്വത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നൊരു വിവാഹം കഴിക്കലും, ആളുടെ ബാക്ക്ഗ്രൗണ്ട് റെക്കോർഡ് അത്ര ക്ലീൻ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഈ കേസിലോട്ട് തന്നെ, എഗെയിൻ ടു ദ കേസ്. ഈ കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ നോക്കേണ്ട 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ അമ്മാവനെ കുറിച്ച് പലരും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവൻ പാവമാണ്, ഇവൻ ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല
എങ്ങനെ അവനത് ചെയ്തു, അവനതിനുള്ള ധൈര്യമുണ്ടോ, അവനതിനുള്ള ശക്തിയുണ്ടോ എന്നുള്ളതൊക്കെയാണ് പലരുടെയും ചോദ്യം. എസ്പെഷ്യലി ഈ പയ്യനെ വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന നാട്ടുകാരും ഈ പയ്യൻ്റെ ഒപ്പം പഠിച്ച ആളുകളും ഒക്കെ ഇതേ ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പയ്യൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതായത് ശാരീരിക വളർച്ച ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുപോകുന്ന പോലീസ് കൊണ്ടുപോകുന്ന വിഷ്വൽസിലൊക്കെ ഇവൻ കുറച്ച് ചെറുതാണ്, അത്ര ഹൈറ്റോ വെയിറ്റോ ഉള്ള ഒരാളല്ല, കുറച്ചൊരു ചെറിയ ബോഡി സ്ട്രക്ചറുള്ള ഒരാളാണ് ഇയാൾ. ഓക്കെ, ഇയാൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, പൈസ കൈകാര്യം ചെയ്യാൻ അറിയില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസിലും ഒരറിവുമില്ലാത്ത ഒരു വ്യക്തി, അതായത് ബുദ്ധിക്കുറവുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ബുദ്ധിക്കുറവുള്ള ആളുകൾ, അതായത് ഒരു IQ ടെസ്റ്റ് എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പോലീസ് ഈ വ്യക്തിയെ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 വയസ്സുള്ള കുട്ടിയെ, ബുദ്ധിക്കുറവുള്ള ഇയാളെ പ്രേരിപ്പിച്ച് പേടിപ്പിച്ച് വേണമെങ്കിൽ കിണറ്റിലേക്ക് ഈ കുട്ടിയെ വലിച്ചെറിയുന്ന രീതിയിൽ അയാളെ മാറ്റിയെടുക്കാൻ അയാളെ ഏറ്റവും സ്വാധീനിക്കുന്ന ആളുകളെ കൊണ്ട് സാധിക്കില്ലേ? സാധിക്കും. അവിടെയാണ് ഈ അമ്മയുടെയും അമ്മൂമ്മയുടെയൊക്കെ ഒരു ലൈന് വരുന്നത്. ഓക്കെ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒട്ടും ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു അനിയൻ. ഓക്കെ, പ്രായപൂർത്തിയായി വന്ന സമയത്ത് ഈ അനിയന് ഞാൻ ഇത് വേറൊരു ആംഗിളിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന് ഒരു ആംഗിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില അമ്മമാർ, ഓക്കെ, ഇത് ഞാൻ വേറെ ഒന്നും കൊണ്ടും പറയുന്നതല്ല, ഇത് ലൈക്ക് ചിലപ്പോൾ പറയുന്ന സമയത്ത് ചിലർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒപ്പോസ് ചെയ്യാം, ചിലർ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യാം. പക്ഷേ എനിക്കറിയാവുന്ന, ഞാൻ കണ്ടിട്ടുള്ള 1-2 വീഡിയോസിൽ പലരും പറഞ്ഞത് വെച്ചിട്ട് പറയുകയാണ്, ഈ ഡൗൺ സിൻഡ്രോം വന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ മേ ബി അവർ തുറന്ന് പറയില്ല ഇതാരും. ഓക്കെ, ബിക്കോസ് ഇത് പറയാൻ ഭയങ്കര പാടുള്ള കാര്യമാണ്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ഈ കുട്ടികളെ അവരൊറ്റയ്ക്ക് കുളിക്കില്ല, ചില കുട്ടികളെ കുളിപ്പിക്കണം. ആ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഉദ്ധാരണം ഉണ്ടാകാറുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അനിയൻ എന്ന് പറഞ്ഞ, ഈ അമ്മാവൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക്, ഇയാൾക്കൊരു ഡൗൺ സിൻഡ്രോം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഓക്കെ, IQ കമ്മിയുള്ള അല്ലെങ്കിൽ IQയിൽ വ്യത്യാസമുള്ള ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇവർക്ക് അനിയത്തി, അമ്മ അങ്ങനത്തെയുള്ള വേർതിരിവൊന്നും ഈ പറഞ്ഞ സെക്ഷുവൽ ഇതിൻ്റെ മുകളിൽ തോന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്നലെ മുതൽ ചർച്ചകളിൽ നമ്മൾ കാണുന്നുണ്ട് സ്വന്തം ചേച്ചിയും അനിയനും തമ്മിലുള്ള ചാറ്റുകൾ, വീഡിയോ കോളുകൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതിലുള്ളൊരു വേറൊരു എലമെൻ്റൊക്കെ മീഡിയ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ചേച്ചിയോടുണ്ടായിരുന്നൊരു എഫെക്ഷൻ ഈ കുട്ടി വന്നതോടുകൂടി ചേച്ചിക്ക് ഇവനോടുള്ളൊരു എഫെക്ഷൻ, ഒരു സ്നേഹം കുറയുന്നു. അതിൽ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇവൻ ഈ കുട്ടിയെ എറിഞ്ഞു കൊന്നു എന്ന് പറയുന്നു. അപ്പം ആദ്യം കുട്ടി ഉണ്ടായ സമയത്ത് ഇയാൾക്ക് ഇങ്ങനൊരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവർ തമ്മിലുള്ള ചാറ്റിനകത്ത് ഇങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ഡോക്ടേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ആംഗിൾ ഇതിനകത്ത് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന്, കാരണം ചേച്ചി അനിയനാണ്, അവർ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അനിയനൊരു കുട്ടി പോലെ ഈ ചേച്ചി നോക്കി വളർത്താം. ഓക്കെ, പക്ഷേ ഈ അനിയനായ ആൾക്കൊരു ഡൗൺ സിൻഡ്രോം പോലത്തെ ഒരു ഇതുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരുന്ന മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകളിൽ ഈ പറഞ്ഞ പോലെ വ്യത്യാസം മനസ്സിലാവില്ല അവർക്ക്, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ കുറച്ചധികം വേറെ സൈഡ് ഇതിനകത്ത് വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലെ ഭർത്താവ് എന്തുകൊണ്ട് ഇവരുടെ കൂടെ താമസിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം അന്വേഷിക്കണം. ഓക്കെ, ഈ കാരണം എന്ന് പറഞ്ഞാൽ, അത് അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം,
ഓൾറെഡി ഈ ജോത്സ്യനായിട്ടുള്ള വ്യക്തി പല ചാനലിലും വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു രണ്ടാം ഭർത്താവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംഗതി ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തി ആദ്യ ഭർത്താവാണ്. ഈ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആരെയാണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലീസുകാർ എനിക്ക് തോന്നുന്നത് ഇന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാളൊരു ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ വിളിപ്പിച്ച് എന്താണെങ്കിലും സംസാരിപ്പിക്കാനുള്ള എല്ലാ വഴികളും നാം കാണുന്നു. ഓക്കെ, അപ്പം എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ വിത്ത് ദിസ് മീഡിയ ക്ലിപ്സ് ആൻഡ് ഓൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ 6:30 ഓക്കെ, ഈ സംഭവം നടക്കുന്നത് 6:50 പോലീസ് വീട്ടിലേക്ക് എത്തുന്നു. കിണറിൻ്റെ സൈഡിലെ നെറ്റ് മാറിയിരിക്കുന്നത് കാണുമ്പോൾ നോക്കുമ്പോൾ കുട്ടി അതിനകത്തുണ്ട്. 8:10 മൃതദേഹം പുറത്തെടുക്കുന്നു. 8:25 വീട്ടിനകത്തുള്ള മാതാപിതാക്കളെയും ബാക്കി ബന്ധുക്കളെയും ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നു. 10 മണിയോട് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിയുന്നു. അതോടുകൂടി പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ കൊടുത്ത അമ്മാവരും അമ്മൂമ്മയൊക്കെ പെടുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി 4 പേരെ ഒരേ സമയം ചോദ്യം ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം 12:15 കുറ്റസമ്മതം വരുന്നു അമ്മാവൻ്റെ. പിന്നെ വീണ്ടും 5 മണിക്ക് അച്ഛനെയും അമ്മമ്മയെയും വിട്ടയച്ചു, മുത്തശ്ശിയെയും വിട്ടയക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഒരു 6 മണിയോട് ഈ ഹരികുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. 8 മണിയോട് അമ്മ എന്ന് പറഞ്ഞ ലേഡിയെ പൂജപ്പുരയ്ക്കടുത്തുള്ള ഏതോ വനിതാ മന്ദിരോ എന്തോ ഒരു സെറ്റപ്പിലേക്ക് ഇവർ പോലീസുകാർ മാറ്റുന്നു. കാരണം അവരെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുന്നു. കാരണം അവരെ റിസീവ് ചെയ്യാൻ ആരും വന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ലേഡിയുടെ പാസ്റ്റ് ഇവിടെ പഞ്ചായത്ത് അംഗമായ ഒരു വ്യക്തി പറയുന്നുണ്ട്. പക്ഷെ ഇത് വിവാഹത്തിന് മുമ്പ് തന്നെ തട്ടിപ്പിന്റെ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രീതു വിവാഹത്തിന് മുമ്പ് തന്നെ അവൾ ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ആ പ്രണയം നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന തരത്തിലായിരുന്നു. പക്ഷെ ആ പ്രണയം പിന്നീട് ചീറ്റിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും, ഒരുപാട് ദിവസമൊന്നുമല്ല, അതൊരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും അറിയുന്നത് ഷെയ്തുവിന്റെ കയ്യിൽ പക്കലുണ്ടായിരുന്ന 6-7 പവനോളം വരുന്ന ആഭരണം ഈ പയ്യൻ തപ്പിക്കൊണ്ടുപോയി എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ പയ്യൻ അങ്ങനെ തപ്പിക്കൊണ്ടു പോകുന്ന ഒരാളല്ല. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ അതങ്ങനെ ഉറച്ചു നിന്ന് ശ്രീതുവൊക്കെ നിന്നപ്പോൾ, ശ്രീതുവിന്റെ അമ്മയും കൂടെ ഉറച്ചു നിന്നപ്പോഴേക്കും ആ പയ്യന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ആളായിരുന്നു. പിന്നെ ചായക്കട നടത്തി അയാൾ മാന്യനായതുകൊണ്ട് ആ കാശൊക്കെ അതിൻ്റെ ഇത് തിരിച്ചു കൊടുത്തുകൊണ്ട് വീട്ടിൽ ചെന്നു. പക്ഷെ അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു, ആരിൽ നിന്ന്, ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞതൊന്ന് കൊടുത്തു എന്നാണ്. ഇതൊരു ഉദാഹരണമാണ്. അപ്പോൾ അന്നേ സാമ്പത്തിക രംഗങ്ങൾ പൈസ വരുത്തുന്നതിലൊക്കെ ശ്രീധുവിന് പ്രത്യേകമായ താല്പര്യമുണ്ട്. ഈ ശ്രീധുവിന് ജോലി കിട്ടി എന്നൊരു 2 വർഷത്തോളമായി ദേവസ്വം ബോർഡിൽ കിട്ടി. അത് ശ്രീധു തന്നെ ആളുകളോട് പറഞ്ഞു, എനിക്ക് 1 ലക്ഷത്തിലേറെ ശമ്പളമുണ്ട്, എനിക്ക് വേണമെങ്കിൽ പോസ്റ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, അതുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയും ശ്രീധുവിനോടൊപ്പം പഠിച്ചിരുന്ന ആളുകളിൽ നിന്ന് പോലും ഉച്ചക്കട ഭാഗത്തു നിന്നൊക്കെ വരുന്നവരിൽ നിന്ന് പൈസ വാങ്ങിയതായി ശ്രീധുവിൻ്റെ അമ്മ ഇപ്പോൾ ജോലി ചെയ്യുന്ന അംഗനവാടി മേഖലകളിൽ നിന്ന് ടീച്ചർമാരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ പരിസര പ്രദേശത്ത് എൻ്റെ വാർഡിനകത്ത് തന്നെ പല വീടുകളിൽ നിന്നും സ്ത്രീകളിൽ നിന്ന് ആഭരണം ഒരാഴ്ചയ്ക്ക് അത് കൊടുക്കാമെന്ന് വാങ്ങിയിട്ടുണ്ട്. അതേ വീട്ടിൽ തന്നെ പുരുഷന്മാരിൽ നിന്ന് പണം 10,000 ഒക്കെ കടം വാങ്ങി പലിശയ്ക്ക് കൊടുക്കാമെന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആരും രംഗത്ത് പറയാത്തത് ഈ സംഭവങ്ങളിൽ പ്രതിയായി പോകുമോ, നാണക്കേട്, പേടി, ഇതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലേഡി അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ലേഡി അല്ല ഈ കുട്ടിയുടെ അമ്മ. ഓക്കെ, ഫിനാൻഷ്യലി ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ നോക്കിയാലും നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ സാമി ജോത്സ്യനെ വോട്ടവർ ആ ചങ്ങാതിയായിട്ട് നമ്മളെ മുട്ടസ്വാമിനെയായിട്ട് 10-30 ലക്ഷം രൂപയുടെ ഇടപാടുണ്ട് എന്നുള്ളൊരു കേസ് ഓക്കെ കുറച്ചു കാലം മുമ്പ് ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. ഈ ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ മറ്റെന്താ പറയുക പേഴ്സണൽ സാമിയാണ്. ഓക്കെ, ഇയാളാണ് ഉപദേശിക്കാറ്. സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് വേറൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു 30 ലക്ഷം. ഈ 30 ലക്ഷത്തിന് വേണ്ടി ഇവർ നാട്ടുകാർ ഇതൊക്കെ പൈസ പിരിച്ചോ? ഈ 30 ലക്ഷം ഈ ലേഡിക്ക് ആര് കൊടുത്തു? ഈ 30 ലക്ഷം ഇവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കേസിൽ ഈ ലേഡി പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ജോത്സ്യന് കൊടുത്ത 30 ലക്ഷം രൂപ ആ ജോത്സ്യനല്ല കൊടുത്തിട്ടുള്ളത്, വേറൊരാൾക്ക് കൊടുത്തിട്ടുള്ളത്. ആ വേറൊരാൾ ആര്? അത് ഈ ലേഡി പറയണം. 1. 2,
ജോത്സ്യൻ ഇടനിലക്കാരനായിട്ട് നിന്നാണ് ചെയ്യിച്ചെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോണോ വാട്സാപ്പോ തെളിവോ കാര്യങ്ങളോ പൈസയൊന്നും അയാളെ കയ്യിൽ കാണൂല. ഇപ്പം ഇടനിലക്കാരനായി നിന്നത് ആര് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇയാൾ തന്നെ ഈ ജോത്സ്യനും ഈ ലേഡിയും തമ്മിലുള്ള ബന്ധമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. ഈ ജോത്സ്യൻ ആദ്യം മനോരമയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഈ ലേഡീനെ അറിയേയില്ല, അതായത് കണ്ടിട്ടേ ഇല്ല. എവിടെയോ ഒരു വട്ടം അതേമാതിരി ആ ചെക്കൻ ഇവിടെ പണിക്ക് നിന്ന സമയത്ത്, നേരത്തെ വീഡിയോ കണ്ട പോലെ നിന്ന സമയത്ത് ഇവൻ്റെ പേരിലെന്തോ പൈസ ഇട്ട് വെച്ചതിൻ്റെ ഒരു പാസ്ബുക്ക് ചോദിക്കാനും പിന്നെ ഇവൻ്റെ മാസം മാസം ശമ്പളം വാങ്ങാനും വന്നു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആള്, അത് നിങ്ങളാദ്യം കേൾക്ക്. അവരിവിടെ ഈ പറഞ്ഞ മാസത്തിലൊരിക്കൽ അന്ന് കോവിഡിന് മുമ്പാണ്, മാസത്തിലൊരിക്കൽ വന്ന് ഈ പൈസ വാങ്ങാനായിട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്, വാങ്ങിപ്പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കണ്ടത് അവർ ഈ പാത്രം കഴുകാനായിട്ട് നിൽക്കുന്ന ക്ഷേത്രത്തിൽ ഒരു ദൈവപ്രശ്നത്തിന് ഞാൻ പോയി. 2 ദിവസത്തെ ദൈവപ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പോയപ്പോഴും അവരെ കണ്ടു, അവിടെ വെച്ച് കണ്ടു. വളരെ കാര്യമായി ഭവ്യതയോടെ ഒക്കെ തൊഴുത് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ അപ്പം പറഞ്ഞതാണ്, ഒരു വൈകുന്നേര ടൈമിൽ മനോരമയോട് പറഞ്ഞതാണ്. പക്ഷെ റിപ്പോർട്ടർ ചാനലിലും ഏഷ്യാനെറ്റിലും വന്നിരുന്ന് സംസാരിച്ച സമയത്ത് ഇയാൾ ഈ ലേഡി വേറൊരു സെക്കൻഡ് ഭർത്താവിനെയായിട്ട് വന്നിട്ട് പോയി ഇയാളുടെ അടുത്ത് എന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. റിപ്പോർട്ടറിൽ പറയുന്നത് കേട്ടോ. ഒരു 7 മാസം മുമ്പ്, ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല, ഒരു ദിവസം കരിക്കയം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു 2ാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്, കരിക്കത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു. അതായത് താങ്കൾക്ക് ഹരികുമാറിനെയും ശ്രീധുവിനെയും അറിയാമായിരുന്നു അല്ലേ? അതെ, ഞാൻ പറഞ്ഞോട്ടെ. അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ്, ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ 2ാമത്തെ ഭർത്താവുമായിട്ട് ഇവിടെ വന്നിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കല്യാണം വേർപിരിഞ്ഞോ? ഇല്ല. അതെ, അത് വേർപിരിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഈ ദേവസ്വം ബോർഡിലാണ് ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കതിൻ്റെ വാസ്തവമൊന്നും അറിയില്ല. അത് ഞാൻ പറഞ്ഞു നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. കുട്ടി സംസാരിച്ചതും പോയതും. എൻ്റെ വീട്ടിൽ അവർ വന്നു. അവര് ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു. പോയ വഴിക്ക് ഇവിടെ കയറിയതാണെന്ന് പറഞ്ഞു. അപ്പൊ മറ്റെന്തെങ്കിലും ആവശ്യം അവര് പറയുകയോ മറ്റെന്തെങ്കിലും പൂജാകാര്യങ്ങളോ? ഇതാണ് ഇയാള് ഈ ലേഡി വേറൊരു ആളുമായിട്ട്, ഒരു ഭർത്താവ് എന്നുള്ള ഒരാളുമായിട്ട് വന്നു. ദേവസ്വം ബോർഡിലാണ് ഈ ലേഡിയും ദേവസ്വം ബോർഡിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 30 ലക്ഷം രൂപയുടെ ഒരു ഇടപാടിൻ്റെ കാര്യം പറയുന്നു. ഇയാളൊരു ജോത്സ്യൻ കം സ്വാമിയാണ്. ദേവസ്വം ബോർഡ്, ജോത്സ്യൻ കം സ്വാമി, ബന്ധം ലക്ഷക്കണക്കിന് രൂപ. എവിടെയോ എന്തോ ഒരു തിരിമറിയുടെ പരിപാടി മറച്ചു വെക്കാനുള്ള എന്തോ ഒരു സംഗതി ഹിഡനായിട്ട് ഏതോ ഒരു വ്യക്തി ഇതിനകത്ത് കിടക്കുന്നില്ലേ? ഏഷ്യാനെറ്റിൽ പറഞ്ഞത് കേട്ടോ. ബന്ധമൊന്നുമില്ല. അവർ മാസത്തിലൊരിക്കൽ ഇവിടെ വന്ന് ഈ പയ്യൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ ശമ്പളം വാങ്ങിക്കാനായിട്ട് ഈ ഹരിയുടെ അമ്മയും സഹോദരിയും ചില സമയങ്ങളിൽ അച്ഛനും വന്നിട്ടുണ്ട്. ഒരു അപൂർവം കുറച്ച് സമയങ്ങളേ വന്നിട്ടുള്ളൂ, 3-4 തവണയും വന്നിട്ടുള്ളൂ. അങ്ങനെ ഈ ഹരികുമാർ ഇവിടെ നിന്ന് ജോലി നിർത്തി പോയതിനു ശേഷം പിന്നീട് ഈ ഫാമിലിയിൽ ആരെങ്കിലും കാണോ, അവരാരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പിന്നീട് കുറച്ചു കാലം മുമ്പ്, ഒരു 6-7 മാസം മുമ്പ്, ഈ പറഞ്ഞ അവർ എന്താ അവരുടെ പേര് എന്ന് പറഞ്ഞാൽ ശ്രീധു, അവരിങ്ങനെ കരിക്കയം ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. ഇതെൻ്റെ 2ാമത്തെ ഭർത്താവാണ്, എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ബന്ധം വേർപിരിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇത് ഞങ്ങൾ വിവാഹം കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ ഒരുമിച്ച് താമസിക്കുകയാണെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞോളൂ. ശരി, നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പോട്ടെ സാറേ എന്ന് ചോദിച്ചു. സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളിൽ എവിടെയെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടോ? എനിക്കെന്തോ ഈ സ്വാമിയെ അത്ര ക്ലീനായിട്ട് തോന്നുന്നില്ല. ആൻഡ് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി സെക്കൻഡ് ഹസ്ബൻഡാണ് എന്ന് തോന്നുന്നു. ഞാൻ വീഡിയോയുടെ ആദ്യം എനിക്ക് തോന്നുന്നത്, ഞാൻ ചിലപ്പോൾ ആദ്യ ഭർത്താവ് എന്നൊന്നും പറയേണ്ടത്, ഇയാൾ സെക്കൻഡ് ഭർത്താവാണെന്നുള്ളതാണ് സംഗതി, ഫാക്ട്. അപ്പോൾ സെക്കൻഡ് ഭർത്താവ്, അപ്പോൾ ആദ്യ ഭർത്താവ് എവിടെ? അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ ഇത് 2ാമത്തെ ഭർത്താവ്, അതോ ഈ 2 കുട്ടികളും ഇല്ല, ഇത് 2ാമത്തെ ഭർത്താവിൻ്റെ കുട്ടിയാവാനാണ് ചാൻസ് ഉള്ളത്. സോ ഈ ശ്രീജിത്ത് ദേവസ്വം ബോർഡിലാണോ? ശ്രീജിത്തിന് സത്യം പറഞ്ഞാൽ പോലീസുകാർ ഒന്നും ക്വസ്റ്റ്യൻ പോലും ചെയ്യാതെ അങ്ങനെ വിട്ടതാണ്.
ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരും അയാൾ വളരെ പാവമാണ്, അങ്ങനെ അയാൾ അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. അപ്പം ഞാൻ പറയുമ്പോൾ ഒരാളെയും വിടരുത്. കാരണം ഈ സ്വാമിയുടെ അടുത്ത് പോയപ്പോൾ അങ്ങനെ ഇയാളും ഒപ്പം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അയാൾക്ക് ആ സ്വാമീനെ അറിയുമല്ലോ, അല്ലെ ഇവർ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവുമല്ലോ. എനിക്കെന്തോ മൊത്തത്തിൽ ഈ ദേവസ്വം ബോർഡ്, പൈസ, ഇവരുടെ എല്ലാവരുടെയും പോക്ക്, അതിനുശേഷം തല മുട്ടടിച്ചപ്പോൾ അത് ഈ ജോത്സ്യൻ സ്വാമി പറഞ്ഞിട്ടാണ്, ഇയാൾ പറയുന്നത് ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ ഹോമവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാൾ അങ്ങനെ പറയാതിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. അതൊക്കെ പറയാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് ഇയാൾ. എന്താണെങ്കിലും ടോട്ടലി, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ അനിയൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന ഒരു സൈഡ് വേണമെന്നുണ്ടെങ്കിൽ, ആ ഒരു സെക്ഷൽ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതും ഒരു റീസണായിട്ട് വേണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെ ഒരു സംഗതിയും വരാത്തൊരു ആംഗിളൊന്നും അല്ല. അപ്പോൾ ഇത് മൊത്തം കുഴഞ്ഞു നടക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്കറിയുന്ന, ഞാൻ കണ്ട കാര്യങ്ങൾ, എൻ്റെ സംശയങ്ങൾ ഞാൻ ഇട്ടിട്ട് പോയിട്ട്, ഞാൻ ഒന്നും ഉറപ്പിച്ച് പറയുന്നില്ല, ഇട്ടിട്ട് പോകണേ ഉള്ളൂ. കാരണം ഞാൻ ഉറപ്പിച്ച് പറയാത്ത എന്താ വെച്ചാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്ന് ഒരു സംഗതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്നിട്ട് പറയാം. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് എനിക്ക് തോന്നിയതും ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, എൻ്റെ സംശയങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം. അപ്പോൾ ഓക്കെ ബൈ. ഇനി പിന്നെ ഒരു വീഡിയോയിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, അതുമായിട്ട് വരാം.